നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, BJPയുടെ ഇപ്പോഴുണ്ടായ ഒരു ക്രിസ്ത്യൻ പ്രീണനം തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് TP സെൻകുമാർ അടക്കമുള്ളവർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്, പലവട്ടം നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ കിട്ടും എന്നൊരു ധാരണയിൽ അനാവശ്യമായ ഒരു പ്രാധാന്യം ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് FCRA വിഷയത്തിലാണെങ്കിലും നേരത്തെ ഉണ്ടായ കന്യാസ്ത്രീയുടെ വിഷയത്തിലാണെങ്കിലും ഒക്കെ അത്തരമൊരു പ്രാധാന്യം ഉണ്ടാകും. തീർച്ചയായിട്ടും ശ്രീല പറഞ്ഞത് വളരെ ശരിയാണ്. BJP ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് കേരളത്തിലെ BJP. സെൻകുമാർ സാർ 2 ദിവസം മുമ്പിട്ട പോസ്റ്റാണ്. ഞാൻ ആ പോസ്റ്റ് പിന്നീട് വായിക്കാം. പക്ഷേ അതിനകത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അനുചര വൃന്ദവും, ഇതാണ് അദ്ദേഹം പറയുന്നത്. ഈ അനുചര വൃന്ദത്തിൻ്റെ സ്തുതിപാടൽ, ഈ സ്തുതിപാടൽ കേട്ട് സംസ്ഥാന പ്രസിഡന്റ് അങ്ങ് ഈ എന്താ പറയുക അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഞാനിത് അടിവരയിട്ട് പറയുകയാണ്, ഒരു പക്ഷേ കേരളത്തിലെ മുസ്ലിം സമൂഹം BJPക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയാലും കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വോട്ട് ചെയ്യില്ല. അവരെ വോട്ട് ചെയ്യാൻ ഈ സഭാ നേതൃത്വത്തിലുള്ള ചില പുരോഹിതന്മാർ സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ അല്ല പറയുന്നത്. ഇവരെ നയിക്കുന്ന പുരോഹിതന്മാരുടെ രാഷ്ട്രീയം അത്രമേൽ അധപ്പതിച്ചതാണ്. ഈ പുരോഹിതന്മാർക്ക് രാഷ്ട്രീയത്തിൽ എന്ത് കാര്യം? വിശ്വാസികളുടെ ആത്മീയമായ വിഷയങ്ങൾ, അവരുടെ സാമൂഹികമായ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് പരിഹരിക്കാൻ, അതിൽ അവർക്ക് മാനസികമായും ആത്മീയമായും പിന്തുണ നൽകേണ്ടവരാണ് ഈ പുരോഹിതന്മാർ. അതിന് പകരം അവർ, അത് ക്രിസ്ത്യാനികളുടേതായാലും മുസ്ലിങ്ങളുടേതായാലും ഹിന്ദുക്കളുടേതായാലും ശരി, പുരോഹിതൻ അനാവശ്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. ആര് മുഖ്യമന്ത്രിയാകണം, ആര് പ്രതിപക്ഷ നേതാവാകണം, ഏത് മന്ത്രിക്ക് ഏത് വകുപ്പ് കൊടുക്കണം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. ജനാധിപത്യ സംവിധാനത്തിൽ അവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണത്. ജനങ്ങൾ അവരുടെ കടമ നിർവഹിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആ ജയിച്ചു വരുന്ന വ്യക്തികൾക്ക് അവരർഹിക്കുന്ന ഉചിതമായ അവരുടെ യോഗ്യതയ്ക്കും കഴിവിനും അനുസരിച്ചുള്ള വകുപ്പുകൾ കൊടുക്കണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. പാർട്ടിക്കുള്ളിൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ പോലും അവരുടെ ജനകീയ പിന്തുണ മനസ്സിലാക്കണം. പ്രശാന്ത്, ഇതിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യത എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഈ മുസ്ലിം വിഭാഗമാണെങ്കിലും ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിലും സമ്മർദ്ദ തന്ത്രങ്ങളുമായി പുറത്തിറങ്ങുന്നത്. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ കാറ്റ് UDF അനുകൂലമാണെന്ന് കണ്ടാൽ ഇവര് ചാടിയിറങ്ങും. ഇവര് പിന്നീട് ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പണക്കാട് തങ്ങളാണ്. അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇവരൊക്കെ പറയുമ്പോൾ, ഈ പുരോഹിതന്മാർ പറയുമ്പോൾ, സമസ്തയുടെ തലപ്പത്തിരിക്കുന്നവർ പറയുമ്പോൾ, അവർക്ക് സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാം, അഭിപ്രായം പറയാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ സെൻകുമാർ സാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വളരെ ശരിയാണ്. ഈ പറയുന്നത് പോലെ ഇവരിപ്പോൾ പറയുന്ന ഒരു പുതിയ വാദമുണ്ട്. സാറ് 2 ദിവസം മുമ്പിട്ട പോസ്റ്റാണ്. ഈ പുതിയ വാദം എന്താന്ന് വെച്ചാൽ, ഈ PC ജോർജും മകൻ ഷോൺ ജോർജും ഔട്ട്സ്പോക്കൺ ആണ്, അധിക പ്രസംഗികളാണ്. സഭയ്ക്ക് അവരോട് അതുകൊണ്ട് തന്നെ താല്പര്യമില്ല, അതുകൊണ്ടാണ് അവർക്ക് വോട്ട് കൊടുക്കാത്തത് എന്ന് പുതിയൊരു ന്യായീകരണം ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു സംശയം ഞാൻ ചോദിക്കട്ടെ, ഈ PC ജോർജ് നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു? അല്ല, നേരത്തെ അങ്ങനെയായിരുന്നു. അന്ന് വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ PC ജോർജ് ജയിച്ചിട്ടുണ്ടല്ലോ. അതിനൊരു മറുചോദ്യം എൻ്റെ കയ്യിൽ വേറൊന്നുണ്ട്. ഈ അനൂപ് ആന്റണിയും ജോർജ് കുര്യനും സഭയുടെ തന്നെ കുഞ്ഞാടുകളല്ലേ, സഭയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവരല്ലേ, അവരേതെങ്കിലും ഔട്ട്സ്പോക്കൺ നടത്തിയതായിട്ട് അറിയുമോ? അവരെ കുറിച്ച് എന്തെങ്കിലും പരാതി സഭയ്ക്കോ സഭാ നേതൃത്വത്തിലോ ഉണ്ടോ? പിന്നെന്താ അവർക്ക് വോട്ട് കൊടുക്കാത്തത്? അതെ, തീർച്ചയായും ഈ ചോദ്യം നമ്മൾ BJP ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. പകരം BJPയിലെ ഈ പറയുന്ന കേരളം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത, കേരള രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത സംസ്ഥാന പ്രസിഡന്റും അദ്ദേഹത്തിന് സ്തുതി പാടുന്ന അനുചര വൃന്ദവും കൂടി ചേർന്ന് ഈ കേരളത്തിലെ BJPയെ കൊണ്ട് ഈ പറയുന്നത് പോലെ ഏതോ ഒരു തൊഴുത്തിൽ കെട്ടുന്ന രീതിയിലേക്ക് പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, സാധാരണഗതിയിൽ ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഉപരി നയം തീരുമാനിക്കേണ്ടത് സംഘടനാ സെക്രട്ടറിയാണ്. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം ഉള്ള ഒരു സംഘടനാ സെക്രട്ടറി, അതായത് ABVP കാലം മുതലുള്ളതാണ്.
അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ അറിവിനെ കുറിച്ചോ ഞാൻ അത് കേപ്പബിൾ ആണെന്നോ രാഷ്ട്രീയ അറിവുണ്ടെന്നോ ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയ അറിവുള്ള സാധാരണ എനിക്ക് തോന്നുന്നു BJP-യിലെ ഏറ്റവും കുറവ് രാഷ്ട്രീയം അറിയുന്ന ഒരാളാണ് ഇപ്പോഴത്തെ സംഘടനാ സെക്രട്ടറി എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എനിക്കതിനകത്ത് 100% ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ അറിയില്ലെങ്കിൽ സംഘടനയിലെ മുതിർന്ന നേതാക്കന്മാരുമായോ പരിണതപ്രജ്ഞരായോ ആൾക്കാരുമായി സംസാരിച്ച് അത് പറഞ്ഞ് സംസ്ഥാന പ്രസിഡന്റിനെ തിരുത്താത്തത്. സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംഘപരിവാറുമായി ബന്ധമുണ്ടായി, ചെറുപ്പം മുതലേ ബന്ധമുള്ള ഒരാളല്ല, ആ കളരിയിൽ പഠിച്ചു വന്ന ആളല്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയാനുള്ള അറിവ് കുറവാണ്. അത് അദ്ദേഹത്തിന്റെ പരിമിതി തന്നെയാണ്, അതിന് സംശയമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം, പക്ഷെ ഇതറിയില്ല. അപ്പോൾ അത് പറഞ്ഞ് തിരുത്തേണ്ട സംഘടനാ സെക്രട്ടറി ഒരുപക്ഷെ തൻ്റെ അവസരം പോകുമെന്നോ അടുത്ത സംസ്ഥാന പ്രസിഡന്റ് പദത്തിലേക്ക് തനിക്ക് ഗുഡ് എൻട്രി, പുള്ളിയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് എനിക്ക് അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്നോ ഒക്കെ വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുകയല്ലേ ഈ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ BJP-യുടെ ആഭ്യന്തര വിഷയങ്ങളാണ്, നമ്മൾ അത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സാധാരണ RSSൽ നിന്ന് ഒരു പ്രചാരകനായിരിക്കുന്ന ആളിനെയാണ് ഓർഗനൈസിംഗ് സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് വിടുന്നത്. മുമ്പിരുന്ന പല ആൾക്കാരെ നമുക്കറിയാം. ഇപ്പൊ സുഭാഷ് ജി ഇരുന്നിട്ടുണ്ട്, അതിനുമുമ്പ് ഉമാദേട്ടൻ ഇരുന്നിട്ടുണ്ട്, ഗണേഷ് ജി ഇരുന്നിട്ടുണ്ട്. ഇവരൊക്കെ ഈ സംഘടനാപരമായ ചുമതലകൾ വളരെ കൃത്യമായി നിർവഹിച്ചിരുന്നവരാണ്. അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. രാഷ്ട്രീയമായി അവരൊരു പത്രസമ്മേളനത്തിൽ വരികയോ രാഷ്ട്രീയമായ അഭിപ്രായം പറയുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അസമയം അവരുടെ ജോലി ബിഹൈൻഡ് ദ കർട്ടൻ ആണ്. അവരൊരിക്കലും രംഗത്ത് വന്ന് ആള് കളിക്കാറില്ല. ഇപ്പോ ഒരു RSS സംസ്ഥാന പ്രസിഡന്റിന്റെ പുറകെയാണ് ഫുൾ ടൈം സംസ്ഥാന പ്രസിഡന്റ് പുറകെ നടക്കുന്നതിനപ്പുറത്തേക്കൊന്നും ചെയ്യുന്നില്ല. അതായത് RSS 100ാം വാർഷികം പ്രമാണിച്ച് അവർക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. കാരണം അവര് വലിയ ആഘോഷങ്ങളല്ല നടത്തുന്നത്, താഴെ തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ സമ്പർക്കം നടത്തി പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ചെറിയ ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. വലിയ പണച്ചെലവില്ലാതെ ഈ ആഘോഷം നടത്തണം. 100ാം ജന്മദിനം ആഘോഷിക്കണം എന്നുള്ളതാണ് സംഘത്തിന്റെ തീരുമാനം. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം ആൾക്കാരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഓർഗനൈസിംഗ് സെക്രട്ടറിയെ BJP-ക്ക് കൊടുത്തില്ല. ഈ ഓർഗനൈസിംഗ് സെക്രട്ടറിയെ കൊടുക്കാതെ ഇരുന്നപ്പോൾ BJP-യിൽ നിന്ന് സംഘടനാ ചുമതലയുള്ള ഒരാളെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ജനറൽ സെക്രട്ടറി പദമുള്ള ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് സംഘടനാ ചുമതല കൂടെ കൊടുത്തുകൊണ്ട് ഒരാളെ സീനിയർ ആയിട്ടുള്ള പക്വതയുള്ള ഒരാളെ വെക്കേണ്ടതിന് പകരം ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി വേണമെന്നുള്ള ഒരു ഗ്യാപ്പിൽ ഒരു നറുക്ക് വീണതാണ് ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. എന്ത് തന്നെ ആയാലും അത് ഞാൻ പറഞ്ഞല്ലോ, അത് BJP-യുടെ ആഭ്യന്തര വിഷയമാണ്. നമ്മൾ അതിനെ അഭിപ്രായം പറയുകയും വിമർശിക്കുകയും ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. എങ്കിലും ഞാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, ഈ കാര്യത്തിലൊക്കെ പെശക് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പെശക് BJP ഇപ്പോൾ തിരുത്തിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ വോട്ട് BJP-ക്ക് കിട്ടും, മുസ്ലിം വോട്ട് BJP-ക്ക് കിട്ടും. അതിന് ഒരു പുരോഹിതന്റെയും ആവശ്യമില്ല. ഇത്രയും കാലം പുരോഹിതന്മാരുടെ വാങ്ങിച്ചിട്ടോ അല്ല പുരോഹിതന്മാരുടെ താല്പര്യം തേടിയിട്ടോ, അതുപോലെ തന്നെയാണ് NSS SNDP. NSS SNDP ഒന്നും ഒരു കാലത്ത് BJP-യെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്യേണ്ട ആൾക്കാർ വോട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയം. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിക്ക് ഇവിടെ ഇത്രയും ജനപിന്തുണ കിട്ടുന്നു. കേരളത്തിലെ കഥ മാത്രമല്ല, നിങ്ങൾ ബംഗാളിൽ എടുക്കൂ. ബംഗാളിൽ ഇപ്പോ അദ്ദേഹം ചെല്ലുമ്പോ അദ്ദേഹം വന്ന് ഇറങ്ങണ്ട, അതിനു മുമ്പ് അവിടുത്തെ വലിയ ആഘോഷമാണ്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ NSS-ന്റെയും SNDP-യുടെയും ഒക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതി സംഘടനകളുടെ, അത് ഇന്ത്യയിലെ ഏത് ജാതി സംഘടനയാകട്ടെ, ആ ജാതി സംഘടനയുടെ പിന്തുണ കൊണ്ടാണോ നരേന്ദ്രമോദി വളർന്നത്, BJP വളർന്നത്? അല്ല, അവരും ഒക്കെ പിന്തുണച്ചിട്ടുണ്ടാകാം. അതിലെ അംഗങ്ങൾ, അതിലെ വ്യക്തികൾ, അതിൽ ഉൾപ്പെടുന്നവർ ഒക്കെ BJP-യുടെ ആശയത്തെ, BJP-യുടെ രാഷ്ട്രീയ മാന്യതയെ അല്ലെങ്കിൽ സംസ്കാരത്തെ, പാരമ്പര്യത്തെ ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടാവാം. അത് മറ്റൊരു വിഷയം. ഈ PC ജോർജ് രാഷ്ട്രീയത്തിന് പുറത്തു നിന്നപ്പോഴും സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴും ജയിച്ച ആളാണ്. അപ്പൊ അന്നൊന്നും PC ജോർജ് ഔട്ട്സ്പോക്കൺ ആയിരുന്നില്ല. ഇന്ന് PC ജോർജും ഷോൺ ജോർജും ഒക്കെ ഔട്ട്സ്പോക്കൺ ആയി. ഈ മുനമ്പം വിഷയം വന്നപ്പോ പാലാ അതിരൂപത ബിഷപ്പിനെതിരെ വാദഭീഷണി അടക്കം ഉയർന്നപ്പോൾ അന്ന് ഷോൺ ജോർജിനെ അല്ലാതെ മറ്റാരെയും നമ്മൾ കണ്ടില്ല. സെൻകുമാർ സാറ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും 100% ശരിയാണ്. കേരളത്തിൽ BJP ഇതുവരെ വളർന്നത് ഈ പറയുന്ന ഒരു സഭാ നേതൃത്വത്തിന്റെയും ഒരു ജാതി സംഘടനകളുടെയും ഒരു മതസംഘടനകളുടെയും അനുഗ്രഹാശിസ്സുകൾ കൊണ്ടല്ല.
ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. ജനങ്ങളാണ് ഈ വലിയ വികസനമൊക്കെ പറഞ്ഞല്ലോ. ഒരു സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു വികസനം വികസനം, ഞങ്ങൾ വികസനം ചോദിച്ചാണ് വികസനം പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. ആ വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നവർ ഈ കാര്യത്തിൽ എന്തിനാണ് മാറ്റി പറയുന്നത്? എനിക്കതാണ് മനസ്സിലാകാത്തത്. ഇവിടെയും വികസനം, നിങ്ങൾ പൂഞ്ഞാറിലും പാലായിലും. എനിക്കിതിൽ ഏറ്റവും പ്രശ്നമായി തോന്നിയത് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എടുക്കുന്ന നിലപാടിനപ്പുറത്തേക്ക് ആ കന്യാസ്ത്രീയുടെ വിഷയം വന്നപ്പോൾ ചാടിയിറങ്ങി പോയി ഉടൻ തന്നെ അനൂപ് ആന്റണി അവിടേക്ക് പോകുന്നു, അവിടെ ചെന്ന് വീഡിയോ ഇടുന്നു, നാട്ടുകാരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം രണ്ടാമത് FCRI ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അതാണ് അടുത്തൊരു പോയിന്റ്. ഞാൻ അതാണ് പറഞ്ഞു. സെൻകുമാർ സാറ് വളരെ അദ്ദേഹം അത്ര കാര്യമായിട്ട് കാണിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ഞാനത് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രശ്നം അവിടെ നമുക്കറിയാം ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. ത്രിപുര ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ്. ആ സ്ഥലങ്ങളിലെല്ലാം BJP ആണ് ഭരിക്കുന്നത്. BJPയുടെ മുഖ്യമന്ത്രിമാരാണ്. ഗോവ BJP ആണ് ഭരിക്കുന്നത്. അവിടുത്തെ ക്രിസ്ത്യൻ വോട്ട് കൊണ്ടാണ് BJP ജയിക്കുന്നത്. അവിടെ BJPയും ഗുജറാത്ത്, ബീഹാർ അടക്കം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും BJP ജയിക്കുന്നുണ്ട്. ആ മുസ്ലിങ്ങളുടെ കാര്യം അവിടെ നിൽക്കണം. ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് അതിലേക്ക് വരാം. അപ്പൊ ഈ ഗോവയിലടക്കം BJPക്ക് അസ്പൃശ്യത ഇല്ലാതിരിക്കുമ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഇത് വരുന്നത്? അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് സഭാപിതാക്കന്മാരുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞ് അതിനെ അതേ നാണയത്തിൽ എതിർക്കുന്നതിന് പകരം അവരുടെ കണ്ണുരുട്ടലുകൾക്ക് കീഴ്പ്പെടുന്നത് രാഷ്ട്രീയമല്ല, അത് അടിമത്തമാണ്. ആ അടിമത്തത്തിലേക്ക് BJPയുടെ സംസ്ഥാന പ്രസിഡന്റും അദ്ദേഹത്തിന്റെ അനുചരവൃന്ദവും ചെന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സെൻകുമാർ സാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന് വലിയ പ്രസക്തിയുണ്ട്. അത് 2 ദിവസം വീണ്ടും ചർച്ചയായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷിനെതിരെ ആരോപണം ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു 2020ക്ക് ഇത്രയധികം സീറ്റുകൾ കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ്. അതായത് എറണാകുളത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേരളത്തിലൊട്ടാകെ വളരാനുള്ള അവസരം കൊടുത്ത് അതേ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് അവസരം കൊടുത്തു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കല. ശ്രീലേ, അതിനകത്ത് എനിക്കൊരു വിയോജിപ്പുണ്ട്. എന്താന്ന് വെച്ചാൽ അങ്ങനെ അവസരം കൊടുത്തോട്ടെ, കേരളം മുഴുവനും വളരാനുള്ള അവസരം. BJP ആണല്ലോ ഫാസിസ്റ്റ് പാർട്ടി എന്നാണല്ലോ പറയണത്. പക്ഷെ BJPക്ക് ഫാസിസം ഇല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി. അവസരം കൊടുക്കട്ടെ. പക്ഷെ അവസരം കൊടുക്കുമ്പോൾ BJP മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJPക്ക് വലിയ സ്വാധീനമുള്ള, BJPയുടെ താമര ചിഹ്നത്തിന് വലിയ സ്വാധീനമുള്ള, അതിനെ നെഞ്ചേറ്റിയിരിക്കുന്ന ജനങ്ങളെ വെല്ലുവിളിക്കരുത്. തീർച്ചയായിട്ടും എന്നോട് ഇപ്പൊ ഏറ്റുമാനൂരുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ, ഏറ്റുമാനൂരുള്ള ആളാണ്. പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പുള്ളി ഒരു BJP അനുകൂലിയ. പുള്ളി ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. തൃപ്പൂണിത്തറയിലും അതേപോലെ സ്വാഭാവികമായി. പിന്നെ അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണെന്ന് മാത്രമാണ്. അവസാനം അവിടെ തൃപ്പൂണിത്തറയിൽ BJPക്കാരിറങ്ങി, നേതാക്കൾ ഇറങ്ങി ഈ പറഞ്ഞതുപോലെ വലിയ സമ്പർക്കം ചെയ്തു. കാരണം വോട്ട് ബാങ്ക് കുറയാൻ പാടില്ല. എന്നിട്ട് ഇവർക്കെല്ലാം ഉറപ്പ് കൊടുത്തു BJP ഒരു കാരണവശാലും BJPയുടെ വോട്ട് കൊടുക്കാതിരിക്കില്ല, ഈ സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ താഴോട്ട് പോകില്ല എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം ഇത് എന്നോട് പറഞ്ഞത് ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ്. അദ്ദേഹം നിരന്തരം ചർച്ചകളിലൊക്കെ വരുന്നയാളാണ്, തൃപ്പൂണിത്തറക്കാരനാണ്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഞാൻ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരുന്നതാണ്, പക്ഷേ വോട്ട് ചെയ്തു. അത് കാരണം BJP നേതാക്കൾ എന്നെ വന്ന് കണ്ടു. ഉറപ്പാണ് BJPയുടെ വോട്ട് ചോരില്ല, BJPയുടെ വോട്ട് പോള് ചെയ്യപ്പെടാതെ പോകില്ല എന്നൊക്കെ ഉറപ്പ് നൽകി. ഇല്ലാതെ എൻ്റെ വോട്ട് പഴകാൻ, കാരണം സ്ഥാനാർത്ഥി ജയിക്കുകയോ തോൽക്കുകയോ രണ്ടാമത്തെ കാര്യം, പക്ഷെ അഭിമാനാർഹമായ ഒരു സംഖ്യ അവിടെ വോട്ട് എത്തണം, ഇല്ലെങ്കിൽ നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ ഒടുവിൽ പോയി വോട്ട് ചെയ്തു, ഈ 2020യുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്തു എന്നൊക്കെ അദ്ദേഹം എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു. ഇരിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞത് BJP അങ്ങനെ വളരാൻ അനുവദിക്കട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് വർക്കലയിൽ BJP മത്സരിച്ചാൽ, താമര ചിഹ്നത്തിൽ മത്സരിച്ചാൽ 40,000 വോട്ട് അവിടെ കിട്ടും. പക്ഷേ അത് BDJസിന് കൊടുക്കുമ്പോൾ പകുതിയായിട്ട് കുറയുകയാണ്, 20,000 വോട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ത് വേണം? ഘടകകക്ഷികളുമായിട്ട് സംസാരിച്ച് ധാരണയുണ്ടാക്കി ഇതിന്റെ യാഥാർത്ഥ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ സീറ്റ് BJP എടുക്കുകയും അവർക്ക് സ്വാധീനമുള്ള മറ്റൊരു സ്ഥലത്ത് അവരെ നല്ല രീതിയിൽ മത്സരിക്കാനുള്ള അവസരം കൊടുക്കുകയും വേണം. എന്നിട്ട് അവിടെ BJP നന്നായിട്ട് പ്രയത്നിക്കുകയും വേണം, BJPയുടെ വർക്കും ചെയ്യണം. അതിന് പകരം ഈ വർക്കലയിലൊക്കെ 2016ലും 2021ലും ഒക്കെ BDJസിന് കൊടുത്തിട്ട് എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് BJPക്ക് നാണക്കേടാണ്, BDJസിനും നാണക്കേടാണ്. ഈ രാഷ്ട്രീയം ഇവർ തിരിച്ചറിയുന്നില്ല. മറ്റെന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ.
എന്തായാലും സ്ഥാപിത താല്പര്യമുണ്ട്. ചില കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ സ്ഥാപിത താല്പര്യമുണ്ട്. ചില സ്ഥാനാർത്ഥികൾക്ക് അങ്ങനെ വോട്ട് ഒരു സീറ്റുകൾ കുറെ കൊടുത്തിട്ടുണ്ട്. ആരും അറിയാത്ത ചില സ്ഥാനാർത്ഥികളെ ഈ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിൽ പോലും വരാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികൾക്കും സീറ്റ് കൊടുത്തിരിക്കുന്നു. അതിൽ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതിപ്പോ വെളിപ്പെടുത്തുന്നില്ല, കുറച്ച് കഴിയും തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ BJP കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ഷോൺ ജോർജിനെയും PC ജോർജിനെയും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഷോൺ ജോർജിനെയും PC ജോർജിനെയും കേരളത്തിലെ BJPയുടെ നേതൃത്വം, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സുരേഷ് അടക്കമുള്ളവർ തള്ളിപ്പറയുമ്പോഴും ആ പോസ്റ്റുകളുടെ താഴെ വെറുതെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇവരാരും അത് ശ്രദ്ധിക്കുന്നില്ല. പബ്ലിക് റെസ്പോൺസ് ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് താഴെയൊക്കെ PC ജോർജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന ക്രിസ്ത്യാനികളാണ്. അതാണ് അതിന്റെ വലിയ ഞാനും തമാശ. നമ്മൾ വിചാരിക്കും കാസക്കാരാണ്, അല്ല സാധാരണക്കാരായ ഞാൻ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യും ഇങ്ങനത്തെ കമന്റ് കാണുമ്പോൾ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി. സാധാരണ ക്രിസ്ത്യാനികൾ അവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരാണ്. ഒക്കെ വലിയ ശക്തമായ പിന്തുണ PC ജോർജിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഞാൻ ഈ പറയുന്ന അനൂപ് ആന്റണിയും ജോർജ് കുര്യനും എല്ലാം കാഞ്ഞിരപ്പള്ളിയിലും തിരുവല്ലയിലും വോട്ട് നേടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സഭയുടെ വോട്ടല്ല, സഭാ നേതൃത്വം നൽകുന്ന അനുഗ്രഹമല്ല, ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ജാതി മത ഭേദമന്യേ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. ഈ വോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നരേന്ദ്രമോദിയുടെ വികസന നയത്തിനുള്ള വോട്ടാണ്. കേരളത്തിൽ ഒരു മാറ്റം വരണം. ഇടത് വലത് മുന്നണികൾ ഈ ഇടത് വലത് മുന്നണികളെ പൂട്ടിയ നുഖത്തിൽ നിന്ന് കേരള ജനതയ്ക്ക് ഒരു മോചനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ മിടുക്കാണ്, കേരളത്തിലെ BJP നേതൃത്വത്തിന്റെ മിടുക്കുമല്ല. അത് കേരളത്തിലെ BJP നേതൃത്വത്തിന്റെ മിടുക്കുമല്ല. അതിനെ നിങ്ങൾ പരമാവധി ഉപയോഗിക്കേണ്ടതിന് പകരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതിന് പകരം ബേസ് വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകുന്നു. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് അതാണ്. BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ട്, ഇപ്പം NSSന്റെ വോട്ടുണ്ട്, SNDPയുടെ വോട്ടുണ്ട്, പട്ടികജാതി സമൂഹത്തിന്റെ വോട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടുകളുണ്ട്. ഇത് മുഴുവനും BJP നഷ്ടപ്പെടുത്തും. അതിന് ഈ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അനുചര വൃന്ദവും അതിന് കാരണക്കാരായി തീരും എന്നുള്ള ഖേദകരമായ ഒരു സത്യം ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. BJPയോടും ഈ നാടിനോടും ചെയ്യുന്ന തെറ്റാണ്. എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും കാലം വന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പൊ K സുരേന്ദ്രൻ അടക്കം വലിയ വെല്ലുവിളി നേരിട്ടിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റാണ്. K സുരേന്ദ്രനെ ആക്രമിക്കാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനലുകാരൻ തന്നെ നേരം വെളുത്ത വൈകുന്നേരം വരെ, പക്ഷെ അവരാരും ഇത് കാണുകയോ പറയുകയോ ചെയ്യുന്നില്ല. ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ പേടിച്ചോ അല്ലെങ്കിൽ കിട്ടുന്ന പണത്തിന്റെ രണ്ടാമത് പറഞ്ഞതാണ് കിട്ടുന്ന പണം കൊണ്ടോ, ഒരു പക്ഷേ കിട്ടുന്ന പണം കൊണ്ടോ എന്ത് കാരണം കൊണ്ടായാലും ഇപ്പോ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ നോക്കാം, 14% വോട്ടിംഗ് പെർസെന്റേജ് 14% എത്തിയിരിക്കുന്നു. 20-ൽ നിന്ന് 14 മാറിയിരിക്കുന്നു. അപ്പോഴും തിരുവനന്തപുരത്തെ വിജയം മാത്രമാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ വിജയം യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ കൗൺസിലർമാർ കഴിഞ്ഞ 10 വർഷമായി കൗൺസിലിനകത്തും പുറത്തും വിഷയങ്ങൾ ഉന്നയിച്ചതിലുണ്ടായ വിജയമാണ്. അതൊരു രാഷ്ട്രീയ വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല. മാത്രമല്ല അപ്പുറത്തിരുന്ന മേയർ, തിരുവനന്തപുരത്തിന്റെ മേയർ അതിൽ വളരെ വലിയ കോൺട്രിബ്യൂഷൻ അത് CPM-ന് പോലും എതിരുള്ള ഒരു മേയറായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോ അന്നൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് സത്യത്തിൽ ഈ BJP നന്ദി പറയേണ്ടത് അവരോടാണ്. അതെ, ഏറ്റവും വലിയ സംഭാവന നൽകിയത് അവരാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലും ചിലപ്പോൾ സീറ്റൊക്കെ കിട്ടാം. അത് വെച്ച് ആ സീറ്റ് വെച്ച് വരുന്ന ഡാമേജിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ കേരളത്തിലെ BJPക്ക് വലിയ തകർച്ചയായിരിക്കും വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ബേസ് വോട്ടുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും RSS നേരിട്ട് രാഷ്ട്രീയത്തിലൊന്നും ഇടപെടുന്നില്ല. ഞാൻ പറയുന്നത് ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും, ഞാനീ പറഞ്ഞത് സെൻകുമാർ സാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല, കേരളത്തിലെ പരിണിതപ്രജ്ഞരായ അദ്ദേഹത്തെ പോലെയുള്ള നിരവധി മാത്രമല്ല ഈ സംഘടനയെ സ്നേഹിപ്പോ നമ്മൾ രണ്ടും പറയുന്നു. നമ്മൾ രണ്ടും ഇത് പറയുമ്പോൾ ഒരു പക്ഷെ നമുക്ക് രണ്ടിനും എതിരാളികൾ നമ്മളെ എതിർത്തേക്കാം. പക്ഷെ അത് ഒരു സംശയമില്ല. നമ്മളെ രണ്ടിനെയും ഈ സംഘവിരുദ്ധരായി പ്രഖ്യാപിക്കാൻ പോലും, സംഘവിരുദ്ധരോ BJP വിരുദ്ധരൊക്കെ പ്രഖ്യാപിക്കാൻ പോലും സാധിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഈ സംഘടനയോടുള്ള ആത്മാർത്ഥത കൊണ്ട്, ഈ സംഘടന നശിച്ചു പോകരുന്നുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ളവർ ജനങ്ങളുമായി നിരന്തരം സംവദിക്കുന്നവരാണ്. ഒരുപക്ഷെ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും സംസാരിക്കുന്നതിൽ കൂടുതൽ ജനങ്ങൾ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും പല ഫീഡ്ബാക്കുകളും ഞങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ പോയാൽ ബേസ് വോട്ടുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സംഘടനയെ സ്നേഹിക്കുന്ന, ഈ സംഘടനയുടെ ദേശീയതയിൽ അടിയുറച്ചു നിൽക്കുന്ന ജനങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് BJP നേതൃത്വം കണ്ടാൽ BJP നേതൃത്വത്തിന് BJPക്ക് നല്ലതായിരിക്കുമെന്നേ പറയാനുള്ളൂ. ബാക്കി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കൂടുതൽ ആഴത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ ഇനി ഒരുപാട് പോയിന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. നന്ദി.